നോർത്തേൺ ഔട്ട്ലാൻഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആൽബർട്ടയിലാണ്. ആൽബർട്ടയിലെ എഡ്മണ്ടണിൽ നമ്മൾ വിനോദ് ചേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളപ്പോൾ നമ്മുടെ വിനോദ് ചേട്ടന്റെ RV ആയിട്ട് നമ്മളൊരു ക്യാമ്പിങ്ങിന് പോവുകയാണ്. അത് ആളുകൾ അധികം പോവാത്ത ബാൻഫിന്റെ ബാക്ക് സൈഡിൽ ഉള്ള ഒരു ലേക്കിന്റെ സൈഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിനോദ് ചേട്ടനടുത്ത് ചോദിച്ചറിയാം. എങ്ങോട്ടാണ് പോണത്, എന്താണ് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്നെല്ലാം നമ്മൾക്ക് നേരിട്ട് ചോദിച്ചറിയാം. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് നമ്മുടെ ക്യാമ്പിങ്? നമ്മള് അധികം ആർക്കും അറിയാൻ പാടില്ലാത്ത വളരെ ഹൈഡായി കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ഒരു സൈഡ് നമ്മുടെ നോർത്ത് സസ്കാച്ചുവൻ റിവർ, മറു സൈഡ് നമ്മുടെ ലേക്കാണ്. ബ്യൂട്ടിഫുൾ ബ്ലൂ വാട്ടർ ആയിട്ടുള്ള ഒരു ലേക്ക്. നമ്മളിപ്പോ പോണത് ശരിക്കും ബാൻഫിന്ന് എന്തോരം ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോ പോണത്? ബാൻഫ് നമ്മൾ സാധാരണ ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള ബാൻഫിലോട്ട് ഇവിടുന്ന് ഒരു ഒരു അവർ ആൻഡ് ഹാഫ് അവേഴ്സോളം അവിടെ നിന്നുണ്ട്. ഇതിപ്പോ നമ്മളവിടെ ബോർഡ് കണ്ടോണം. എന്താ ബൗണ്ടറി ഓഫ് ബാൻഫ്, അതായത് ബാക്ക് വ്യൂ ഓഫ് ബാൻഫ് ആണ്. സ്റ്റിൽ ഗ്ലേഷ്യറും എല്ലാം നമുക്ക് കാണാം. പിന്നെ ഒരുപാട് വൈൽഡ് ലൈഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. പോകുന്ന ട്രിപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് വൈൽഡ് ലൈഫ് ഒരുപാട് ഉള്ള ഒരു ഏരിയയാണ്. നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, കാണാൻ പറ്റും എന്ന് അതിന്റെ ഒരു ടൈം ആവുന്നുള്ളൂ. ഈവനിങ് ടൈം ആവുമ്പോഴാണ് കൂടുതലും വൈൽഡ് ലൈഫ് ആക്ടിവിറ്റീസ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാനലിന്റെ നെയിം ചേഞ്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ്. നമ്മളുടെ ഒരു ട്രക്കും നമ്മളടുത്ത് തന്നെ വരുന്നുണ്ട്, ഒരു ക്യാമ്പിംഗ് ട്രക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോ ഇന്ന് RVയിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ RV എല്ലാം ബുക്ക് ചെയ്തു. വീട്ടിൽ നിന്ന് ട്രാവൽ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്താൻ പോകുന്നത്? നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഒരു ടൗൺ ആണ് നമുക്ക് ആയുള്ളത്. അത് നോർഡക്കാണ്. അവിടെ നമ്മൾ ഫ്യൂലും ഫില്ല് ചെയ്ത് നമ്മൾ പിന്നെ കാട്ടിലോട്ട് കയറുക. വെള്ളം നിറയ്ക്കണ്ടേ? വെള്ളം നമുക്ക് കുറച്ചുകൂടെ ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മളിനി RVയില് വെള്ളം നിറയ്ക്കാനും പെട്രോളും എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ. ഇനി നമ്മൾ പോകുന്നത് ഒരു ഭയങ്കര റൂറൽ ആയിട്ടുള്ള ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടെ വെള്ളമോ അല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യം മീൻസ് ഗ്യാസിനോ അങ്ങനെ ഒന്നിനും ഉള്ള ഒരു സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിയറസ്റ്റ് ടൗണിൽ കയറിയിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് മേക്ക് ഷുവർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പോയിന്റിലേക്കുള്ള നമുക്ക് ഓൺ ദ വേ കാര്യങ്ങൾ, നമുക്ക് പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളും നമുക്ക് ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റും. വളരെ ഒരു എക്സൈറ്റിംഗ് ട്രിപ്പ് ആയിരിക്കും. ഫോളിന്റെ ബ്യൂട്ടിയും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇത് കണ്ടോ, ഫോളിന്റെ ഒരു നല്ല വിഷ്വല് ആയി തുടങ്ങിയല്ല. അവിടുത്തെ കളറുകൾ പകുതി മാറി തുടങ്ങിയിട്ടുണ്ടല്ലേ, മരങ്ങളെല്ലാം കളേഴ്സ് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് ചെല്ലും തോറും നമുക്ക് നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടും എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ടൗണിൽ നമ്മൾ എത്തിയേക്കണേണ്. ഇതാണ് നമ്മുടെ ട്രിപ്പിലുള്ള ലാസ്റ്റ് ടൗൺ. നമ്മളിപ്പോൾ ഒരു റോക്കി മൗണ്ടൻസ് കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ വണ്ടിയിൽ ഗ്യാസ് ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം RVയിൽ വെള്ളം നിറയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറം ഉള്ളൊരു RV ഗ്രൗണ്ടിൽ കയറും. അപ്പോൾ അവിടെ നിന്ന് വെള്ളവും നിറച്ച് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ പോകാൻ റെഡിയാണുള്ളത്. അപ്പൊ നമ്മളങ്ങനെ നോർഡെഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തി. നമ്മൾ നോർഡെഗിൽ നിർത്തിയതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് പെട്രോൾ അടിക്കണമായിരുന്നു, പിന്നെ നമ്മുടെ സാനി ഡംപ് ചെയ്യാനുണ്ട്, വെള്ളം നിറയ്ക്കണം. അപ്പൊ ഈ പറഞ്ഞ പരിപാടികൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ പോകുന്നത് ഒരു മൗണ്ടൻ ക്യാമ്പിങ്ങിനാണ്. അപ്പൊ ആ ഏരിയയിൽ നമുക്ക് ഇതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ നോക്കി കാണാം. സാനി ഡംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ വേസ്റ്റ്. ഇപ്പൊ നമ്മൾ വാഷ്റൂംസും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നത് ഒരു ടാങ്കിലേക്കാണ് സ്റ്റോർ ചെയ്യണത് ഇവിടെ. അപ്പൊ അത് ഇതേപോലെയുള്ള സ്പോട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഡംപ് ചെയ്ത് കളയണത്. അപ്പൊ അതിനുള്ള ഒരു സെറ്റപ്പാണ്. അതെ, അത് നമ്മൾ
ഹോസ് കണക്ട് ചെയ്യും. ഇപ്പൊ നമ്മളിവിടെ ഹോസ് കണക്ട് ചെയ്തു. ഇനി 3 ടാങ്ക് ആയിട്ടാണ് നമ്മുടെ വേസ്റ്റ്. ഏറ്റവും ആദ്യം നമ്മൾ തുറക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതെ, ഓക്കെ. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെന്താ ഗ്ലൗസുകൾ, ഗ്ലൗസ്. വെറുതെ ഈ സാധനം ഇത് ലിവർ വലിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആയി, വാൽവ് ഓപ്പൺ ആയി ടോയ്ലറ്റിലെ വേസ്റ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം കളയും. എന്നിട്ട് നമുക്ക് സിങ്കിലെ വേസ്റ്റ് സെപ്പറേറ്റ്. സിങ്ക് എന്ന് പറയുന്നത് വാഷ്, മറ്റേ കിച്ചൺ സിങ്ക്. അത് കൂടാതെ ഷവറിന്റെ വേറെ. ഓക്കെ. അങ്ങനെ 3ആയിട്ടാണ് പോണ. അപ്പൊ നമ്മള് രണ്ടാമത് ഷവർ തുറക്കും. മൂന്നാമതാണ് കിച്ചൺ സിങ്ക് തുറക്കണേ. കിച്ചൺ സിങ്കിലാണ് കുറച്ച് സോപ്പ് വാട്ടറും ഇതൊക്കെ ആയിട്ടുള്ളത്. ലാസ്റ്റ് എല്ലാം ഒന്ന് അതെല്ലാം ഇതിൽ തന്നെയാണ് പോണത്. അതെല്ലാം ഈ ഇതിൽ തന്നെ പുറത്തു വരും. ഇപ്പൊ അത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് നമ്മള് കഴിഞ്ഞല്ലേ ഇത്? ഒച്ചൊന്നുമില്ലല്ലോ. രണ്ടാമത് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു നോബ് ടാങ്ക്. അത് വലിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതിൽ നിന്നുള്ള വെള്ളം അത് പോണ്ടോ? വെള്ളം പോയി കഴിയുമ്പോ നമുക്കിനി അപ്പൊ ഇതാണ് ലാസ്റ്റത്തെ. നമുക്ക് സൗണ്ട് കേൾക്കാം. വെള്ളം പോണതിന്റെ ശബ്ദം കേൾക്കാം. വെള്ളം പോണതിന്റെ സൗണ്ട് കേൾക്കാം. വെയിറ്റ് ഉണ്ടല്ലേ? എന്താണ് ഫ്രഷ് വാട്ടർ ആണ് ഈ കയറ്റണത്? അല്ല, നമ്മളെന്താ നമ്മുടെ ടോയ്ലറ്റിന്റെ ടാങ്കും മറ്റും നമ്മളെന്താ ജെറ്റ് വാഷ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്തേക്കാണ്. ഫ്രഷ് വാട്ടർ ഫോഴ്സിൽ അടിക്കുമ്പോ ഒരു അതാണ് ഈ ഇവിടെ സൗണ്ട് കേൾക്കണം അല്ലെ? ഇതിന്റെ അടിയിൽ നമുക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കാം. കേൾക്കുന്നതാണ്. ഓക്കെ. ഇതെല്ലാം സെറ്റപ്പ് ആണല്ലേ? വണ്ടിയിലെ എല്ലാ സാധനവും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ന്യൂവർ ട്രെയിലേഴ്സിന് ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. ക്ലീൻ ചെയ്ത് പോകാനുള്ള സാധനം ഉണ്ട്. ചെയ്ത് പോകാനായിട്ട് ഒരു ജെറ്റ് വാഷ് ഉണ്ട്. അല്ലെങ്കിൽ ഫുൾ വേസ്റ്റ് ക്ലീൻ അപ്പ്. അപ്പൊ അതുകൊണ്ട് പുതിയ നമുക്ക് അത്യാവശ്യം നമ്മുടെ ക്ലീൻ ആയി. നമുക്ക് അത് ഓഫ് ചെയ്യാം. എന്താ അല്ലേ, ഒരു ട്രെയിലറിന്റെ ഉള്ളിലുള്ള ഓരോ സിസ്റ്റങ്ങളാണ് നമ്മളാ കാണുന്നത്. അതായത് നമ്മൾ ആദ്യം വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്തതിന് ശേഷം വാട്ടർ നമ്മള് സ്പ്രേ. ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ സിങ്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ട്യൂബ് ഇത് ഓസൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യാറില്ലേ? അതേപോലെ ഇത് വാഷ് ചെയ്യാനായിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻബിൽറ്റ് പമ്പ് ഉണ്ട്. നമ്മൾ വെള്ളം കണക്ട് ചെയ്ത് കൊടുത്താൽ എല്ലാ മേളിൽ കൂടെയും സൈഡിൽ കൂടെ ഒക്കെ അത് വാഷ് ചെയ്ത് ഫുൾ എക്സിറ്റ് അടിച്ച് പോകും. അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് ഫ്രഷ് വാട്ടർ കയറ്റുന്നത് വേറെ പമ്പിൽ കൂടെയാണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഇതാണ്ടോ കുടിക്കാനല്ല, നമ്മൾ കുടിക്കാൻ മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോ കുളിക്കാനും ഇതിലേക്ക് കിച്ചണിനൊക്കെ ഉള്ള സംഭവങ്ങളായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമ്മളിപ്പോ കയറ്റണത്. വേണ്ട ഇവിടെ. ഇതിങ്ങനെ വെറുതെ വെച്ചാൽ മതിയല്ലേ? സംഭവം വെള്ളം കയറാനുണ്ട് കേട്ടോ. അതെ, സൗണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് കേൾക്കാം. അപ്പൊ ടാങ്കിലേക്ക് വെള്ളം കയറ്റി പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ RVയുടെ കമ്പനിയുടെ പേര്, ഇമാജിൻ ഗ്രാൻഡ് ഡിസൈൻ. ഇത് ഏത് വർഷമാണ് എടുത്തത്? ഇത് നമ്മള് 2023. അപ്പൊ വലിയ, അതായത് 2 വർഷത്തെ ഇതേ ഉള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള RV കേട്ടോ സംഭവം. നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ സെറ്റപ്പുകളൊക്കെ എന്താന്നുള്ളത് നമ്മൾ ഇതിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ ഇവിടെ ഈ RVയിൽ ഇതുപോലെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, ഈ സെയിം RVയിൽ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ഉള്ളിൽ തുറന്നിട്ടുണ്ട്, കാരണം സാധനങ്ങൾ കുറച്ച് എടുത്തു വെക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഫുള്ള് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണാണ്, കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്യണം. അവിടെ ഇറക്കിയിട്ട് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫുഡും നമ്മുടെ റോക്കിയുടെ കൂടും എല്ലാം അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇനി ചെന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരത്തുള്ളൂ. പിന്നെ നമ്മളിപ്പോ പോകുന്നതും അതേപോലെ തന്നെ ഉള്ള ഒരു നല്ല ലേക്കിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ്. അപ്പൊ അവിടെ എന്തായാലും നല്ല വിഷ്വലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് കണ്ടോ, റഫായിട്ട് ഇവിടേക്ക് ഉള്ള ഓരോ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വെള്ളം മാക്സിമം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്ന വെള്ളം നമ്മൾ പിടിച്ചു വെച്ചില്ലെങ്കിൽ കണ്ടോ അതിന്റെ ഉള്ളില് ഇതൊക്കെ ഇനി ഇങ്ങനെ ഫുള്ള് സെറ്റ് ആവും. നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ബെഡാട്ടോ ഈ കാണുന്നതെല്ലാം. ബെഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നല്ല ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം കേട്ടോ. നല്ല രസകരമായിട്ടുള്ള ഒരു ടൗണ് ആണ്. ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ടൗൺ ആണ്. ഈ കാണുന്നത് ഒരു കടകളുടെ ഒക്കെ ഒരു ബിൽഡിംഗ് ആട്ടോ. കടകളും കുറച്ച് അങ്ങനെ കോംപ്ലക്സ് ഒക്കെ ആയിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇനിയിപ്പോ എന്താ നമ്മുടെ അടുത്ത പരിപാടി? വെള്ളം എടുത്തു വെക്കണം. ഇപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് വെള്ളം നിറച്ചു, സാനി ഡംപ് ചെയ്തു, പെട്രോൾ അടിച്ചു, ബാക്കി നമ്മൾ പറഞ്ഞ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള്
എത്രയും പെട്ടെന്ന് ഇവിടുന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. ഇനി അവിടെ വേറെ ഏതെങ്കിലും പാർട്ടീസ് വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി അങ്ങോട്ട് ലേറ്റ് ആക്കാണ്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അവിടെ ചെന്ന് നമ്മൾ കുക്കിങ്ങും ചെറിയ പരിപാടികൾ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബാർബിക്യൂ ചെയ്യലും പരിപാടികളൊക്കെ ആയിരിക്കുള്ളൂ മെയിനായിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ്. പിന്നെ റിലാക്സ് ചെയ്യുക. ക്യാമ്പിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അതേപോലെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോ ഇവരെല്ലാവരും ഇവിടെ വണ്ടിയിലുണ്ട്. ഇവരും സ്ഥലത്തെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കുട്ടപ്പൻ ഇവിടെ ഉണ്ട്. കുട്ടപ്പൻ ഒരു സർജറി കഴിഞ്ഞിരിക്കണോണ്ട് അവനിങ്ങനെ കഴുത്തിൽ ഇതൊക്കെ ഇട്ടിരിക്കണേ. എല്ലാവരും വണ്ടിയിലുണ്ട്. നിങ്ങളെല്ലാവരും ചില്ലല്ലേ? യെസ്. അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്കടാ. ഡോർ അടക്കട്ടെ, അല്ലെങ്കിൽ അവൻ ചാടി ഇറങ്ങും പുറത്തേക്ക്. അപ്പൊ പോവാം, നമുക്ക് എല്ലാം ക്ലോസ് ചെയ്തില്ലേ? സെറ്റ് അല്ലേ? ലെറ്റ്സ് ഗോ. നീ നിൽക്കണം അങ്ങോട്ട്. അപ്പൊ നമ്മള് വണ്ടി കയറി, നമ്മള് വണ്ടി എടുക്കണേണ്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ റൂറൽ ക്യാമ്പ് സൈറ്റിലോട്ട് യാത്ര തുടങ്ങാം. ലെറ്റ്സ് ഗോ. ഒരു മാൻ നിക്കണണ്ട. അടിപൊളി. അപ്പൊ നമ്മള് ഫസ്റ്റ് വൈൽഡ് ലൈഫ് കണ്ടു തുടങ്ങി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. നമ്മൾ ആദ്യമായിട്ടൊരു മാനിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് ഇറങ്ങി തുടങ്ങി, പുറത്തോട്ട് ആനിമൽസ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ റൂട്ടിലല്ലേ. ഇത്രയും നേരമായിട്ട് നമ്മൾ വേറെ വണ്ടികൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഒരു വണ്ടിയൊക്കെ പോണെന്നല്ലാണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റോഡിലൊക്കെ പൂപ്സ് കിടപ്പുണ്ട്. അപ്പൊ കാണാൻ സാധ്യതയുണ്ട്. റോഡിലാണ് വന്നു. ആനിമൽസ് രാത്രിയില് റോഡിൽ വന്നു നിൽക്കും. ഓ ഓ ഓ ഓ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇവിടെ കുറച്ച് സ്പീഡ് കൺട്രോളിംഗ് ഉണ്ട്. നമ്മള് സൂക്ഷിച്ച്, പക്ഷെ അങ്ങനെ വൈൽഡ് ലൈഫ് കാണണമെന്ന് ആഗ്രഹമുള്ളത് രാത്രി പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു റൗണ്ട് ഒന്ന് പോകുന്നതായിരിക്കും. അപ്പൊ നമ്മള് ക്യാമ്പ് ചെയ്യാൻ പോണ ലേക്കിന്റെ സൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ അവിടെ അതിന്റെ വിഷ്വല് ഭംഗി നോക്കി തന്നെ. അപ്പൊ എന്തായാലും അതിന്റെ അടുത്തേക്ക് എത്തുമ്പോ നമുക്ക് കൂടുതൽ ഭംഗിയായിട്ടുള്ള വിഷ്വൽസ് കാണാൻ പറ്റും. ലെറ്റ്സ് സീ. നമുക്കൊരു നല്ല സ്പേസ് എവിടെയെങ്കിലും ആദ്യം ഒപ്പിക്കാൻ നോക്കാം. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ അബ്രാം ലേക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ല ഏതെങ്കിലും ഒരു സ്പോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലട്ടോ, ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു നല്ല സ്പോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ സൈഡിലായിരിക്കും ക്യാമ്പ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളിങ്ങനെ നടന്ന് ഒന്ന് പോയി നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇങ്ങോട്ട് വീഡിയോയില് ഇതിന്റെ ഒരു വിഷ്വൽ എങ്ങനെയാണ് കാണണേന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കണ്ണുകൊണ്ട് കണ്ടാലേ ഇപ്പൊ അവിടെ വേറൊരു ടീമുകൾ കണ്ട ഒരു മറ്റേ കയാക്ക് ചെയ്യണ സാധനത്തില് ഫ്രിഡ്ജും വെച്ചിട്ട് ഓടിക്കണ ഒരു സംഭവം. നല്ല അടിപൊളി ഒരു ഏരിയ കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഏരിയ. നമ്മുടെ ആർമിയും വണ്ടിയും അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് നമ്മള് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് ചെയ്യും. ഒരു രക്ഷയില്ലാത്ത വഴിയാട്ടോ നമ്മള് പോണത്. ഒരു ഭീകരത നിറഞ്ഞ വഴി. അതും ലേക്കും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. എന്ത് സാധനം? കാക്കയാണോ പറക്കണത്? കാക്കകളോട്ടോ. അപ്പൊ നമ്മള് കുറച്ച് ഓടി നമ്മള് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നമുക്ക് നല്ല
ഒരു പ്രൈം സ്പോട്ട് നമുക്ക് അങ്ങനെ കിട്ടാനില്ല. നമ്മളിപ്പോ പോവാൻ പോണത് ഇതിനു മുന്നേ നിങ്ങൾ ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്തേക്കുന്ന എന്താ പറയണ നല്ല സ്പോട്ടാണ്. ഓക്കെ. അല്ല, ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകാൻ കാരണം ഇവിടെ റേഞ്ചും ഇല്ല. ഇവിടെ ഫോണിന് റേഞ്ച് ഇല്ല. പിന്നെ നമുക്ക് 2-3 സ്പോട്ടുകൾ നമ്മൾ നല്ല അടിപൊളി സ്പോട്ടുകൾ കണ്ടു. പക്ഷെ അവിടെ നമുക്ക് നമ്മുടെ RV ഇറക്കാനുള്ളൊരു സംവിധാനം കുറവാണ് അവിടെ. പിന്നെ ചെറിയ RV ഇറക്കായത്, വലിയ RV ഇറങ്ങൂല അവിടെ. അപ്പൊ ഇത്തിരി ഒരു മലയുടെ പൊക്കത്തൊരു സൈറ്റ് ഉണ്ടെന്നല്ലേ? അതല്ലേ പറഞ്ഞത്? അതെ, മലയുടെ മേളില് ഒരു സൈഡ് നമ്മുടെ ഫോർട്ട് സസ്കാച്ചുവൻ റിവറും അബ്രഹാം ലേക്കും. അപ്പൊ എന്തായാലും നമ്മള് പറഞ്ഞ അവിടെ നിന്ന് പോന്നപ്പോ തന്നെ അത് പ്ലാൻ ചെയ്താണ് വന്നത്. അപ്പൊ എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം. നമുക്കിത്തിരി ഓഫ് റോഡ് പോണം, മേളിലേക്ക് കയറാനായിട്ട്. അപ്പൊ നമ്മള് ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി പോകുന്നുണ്ട്, പൊട്ടി കണ്ടാകുന്നത് നല്ല രീതിയിലുള്ള പൊടിയാണ് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ടിൽ എത്തി. നമ്മള് ഈ നദിയുടെ സൈഡിലാണ് ക്യാമ്പ് ചെയ്യണത് കേട്ടോ ഇന്ന്. അപ്പൊ നമ്മള് നമ്മുടെ RV ഇനി ഒന്ന് ബാക്കോട്ട് വലിച്ച് സെറ്റ് ചെയ്ത് ഇവരിവിടെ സ്ഥലങ്ങളൊക്കെ നോക്കണുണ്ട്, മാർക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് ഇനി അതിന്റെ ബാക്കി സെറ്റിങ്ങും പരിപാടികളായിരിക്കും ഇനി നമ്മൾ കാണുന്നത്. തുറന്നു, ട്രെയിലറിന്റെ സ്റ്റെയറും സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇപ്പൊ അതെല്ലാം സെറ്റ് ആവും. നമ്മുടെ RVയുടെ ഇതിനെ പറയണ പേരെന്താണ്? ഷാമിയാണ്. ഇതെന്താണ്? ഓണിങ് എന്നാട്ടോ അതിന്റെ ശരിക്കുള്ള പേര്. നമ്മള് ടർപ്പായ എന്നൊക്കെ പറയണത് പോലെ ഓണിങ്സ് വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫയർ പിറ്റ് ഇവിടെ ജോനും ഞാനും കൂടെ കല്ലൊക്കെ സെറ്റ് ചെയ്ത് ഫയർ പിറ്റ്, നമ്മുടെ ഓൺ ഫയർ പിറ്റ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ സെറ്റല്ലേ അവനാ? അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിലത്ത് ടർപ്പായൊക്കെ വിരിച്ചു, നമ്മൾ സെറ്റായല്ല. ഇനിയിപ്പോൾ ഫയർ ഇടുക. നല്ല തണുപ്പുണ്ട്, ഇരുട്ടായതുകൊണ്ടേ നല്ല തണുപ്പുണ്ട്. റോക്കിയുടെ അഭ്യാസങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോക്കിക്ക് എല്ലാം കൂടെ കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ RVയുടെ പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ ഇവിടെ ഫയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ ഫൈനലി നമ്മുടെ ഫയർ പിറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. നമ്മളൊന്നുമില്ലാണ്ടിരുന്നിട്ട് 0 നമ്മൾ ഫയർ പിറ്റ് സെറ്റ് ചെയ്തു. അപ്പോൾ ഇവർ ഇവിടെ ഇതിൻ്റെ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി RV സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പരിപാടികൾ സെറ്റാവും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഫയർ ലൈറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടെ ഫയർ ഫസ്റ്റ് ലൈറ്റിങ്. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പ് ഫയർ ലൈറ്റപ്പ് ചെയ്തു. ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാമ്പിങ് നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പോർക്ക് റിബ്സ് നമ്മളിപ്പോൾ ചുട്ടെടുത്തതാണ്. പിന്നെ കോണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പഴംപൊരി നമ്മൾ ഉണ്ടാക്കിയിരുന്നത് കഴിച്ച് ഓൾറെഡി തീർന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഓൾറെഡി ക്യാമ്പ് ഫയറും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കുന്നതാണ് കണ്ടോ. നല്ല അടിപൊളി ഒരു സൈറ്റാണ്, വാട്ടർ ഫ്രണ്ട്. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഈ സൈഡിലൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു സൈറ്റിനെ കുറിച്ച് നമ്മൾ നാളെ രാവിലെ വളരെ ക്ലീൻ ആയിട്ട് സൺറൈസ് മുതലുള്ള വീഡിയോ ഇടും. ഇതിപ്പോ നമ്മുടെ ഒരു പ്രൈം ടൈമാണ്. അതെ ഫയർവുഡും ഈ കല്ലുകളൊക്കെ നന്നായിട്ട് നല്ല ചൂടായി ഫയർവുഡ് ആളി കത്തുന്ന രീതിയിൽ ഉള്ള പ്രൈം ടൈം. കാരണം നമ്മൾ സൈറ്റിന്റെ ഭംഗി അറിയണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാളെ രാവിലെ കാണാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫയർവുഡൊക്കെ ഇട്ട് നല്ല തണുപ്പുണ്ട് എന്തായാലും. അപ്പോൾ ഫയർവുഡൊക്കെ ഇട്ട് നമ്മൾ ഫയർ പിറ്റിൻ്റെ മുമ്പിൽ ഇരുന്ന് എൻജോയ് ചെയ്യാനാണ്. ബാക്കി നാളെ രാവിലത്തെ വീഡിയോസിൽ കാണാം.
അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ റോക്കി ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ അങ്ങനെ നല്ല സുഖമായിട്ട് ആർവിയുടെ ഉള്ളിൽ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ചെറിയ തണുപ്പും. അന്ന് നമ്മളപ്പോൾ ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി. പക്ഷേ ഹീറ്റർ ഇട്ടപ്പോൾ നല്ല ചൂട്, കാരണം അതിനുള്ള തണുപ്പില്ല പുറത്ത്. ഹീറ്റർ ഓഫ് ചെയ്ത് കുറച്ച് വിൻഡോ തുറന്നിട്ട് ഒരു നമ്മൾ എ സിയിലേക്ക് കിടക്കണ തണുപ്പായിരുന്നു. അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇതുണ്ട് രാവിലത്തെ ഒരു മോർണിംഗ് ആംബിയൻസാണ് ഈ കാണുന്നത്. വെള്ളം ഒഴുകണ ആ ഒരു ഒച്ചയും അതിങ്ങനെ മലകളിൽ തട്ടിയിട്ട് തിരിച്ചെക്കോ പോലെ ഇങ്ങനെ അടിക്കുന്നതും ആണോ. ആരും എല്ലാ ആർവിക്കാരും പതുക്കെ എണീറ്റൊക്കെ വന്നുള്ളൂ. എല്ലാവരും നല്ലൊരു ഉദയം നമുക്കിവിടെ കാണാൻ പറ്റും. വേണ്ട സൂര്യോദയത്തിൻ്റെയാണ് ആ റെഡിഷ് ഒരു ഗോൾഡൻ കളർ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഈ സൈഡ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ വരച്ച് വെച്ച പോലെ ഇരിക്കും കേട്ടോ മലകളൊക്കെ. അപ്പോൾ നമ്മുടെ ആർവി ദേ ഇവിടെയാണ്. ആ കാണുന്ന ആ ആർവിയിലും ഇന്നലെയൊക്കെ ഫുള്ളായിരുന്നു അവിടെയൊക്കെ ആൾക്കാർ. അവരെനിക്ക് തോന്നുന്നു ടെൻറ്റും അടിച്ചിട്ടുണ്ടെന്ന് തോന്നണം കുറച്ച് പേര് പുറത്ത്. നമ്മൾ ടെൻറ്റൊന്നും അടിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ ആർവിയുടെ ഉള്ളിൽ തന്നെയായിരുന്നു. നമ്മൾ ജനറേറ്റർ കുറച്ച് നേരം ഓടിച്ചു. പിന്നെ രാത്രി സൗണ്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജനറേറ്റർ നമ്മൾ ഓഫ് ചെയ്തു. ആ സൈറ്റിലൊക്കെ ഇപ്പോഴും ജനറേറ്റർ ഓടുന്നുണ്ട്. നമുക്ക് സൗണ്ട് കേൾക്കാം അവിടെ ഇപ്പോഴും ജനറേറ്റർ ഓടണത്. വേണ്ട നല്ല നല്ല ഭംഗിയായിട്ട് നദി ഇങ്ങനെ ഒഴുകണ വേണ്ട. ക്ലിയർ വാട്ടർ കേട്ടോ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നമുക്ക് അടി കാണാം. ഇത് അത് നമ്മളിപ്പോൾ ഇന്നലെ ഇവിടെ കൈ കഴുകാനും പരിപാടികൾക്കൊക്കെ ആയിട്ട് എടുത്തത് വേണ്ട ഈ വെള്ളം. അതെല്ലാം ഇത് തന്നെ. അപ്പോൾ അതിഞ്ഞി എല്ലാം നമ്മളുടെ ഇതിലേക്ക് മാറ്റി നമുക്ക് കുറച്ചങ്ങോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ബാക്കി കുറച്ച് വെള്ളം എടുത്ത് കയറ്റണം അതിൽ. അപ്പോൾ അടിപൊളിയായിരുന്നു. നല്ലൊരു ക്യാമ്പിംഗ് ആയിരുന്നു ഇന്നലെ. അതും നല്ല അടിപൊളി ഒരു സ്ഥലം. ഞാൻ വെള്ളത്തിൽ ഇറങ്ങാനുള്ള കാരണം നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഞാനിത് ഇവിടെ വന്ന് നമ്മുടെ തണുത്ത വെള്ളത്തില്ലേ മുഖം കഴുകി കഴിയുമ്പോൾ ഭയങ്കര ഒരു സുഖം. നമ്മൾ ഭയങ്കര ഫ്രഷാവും. നമ്മുടെ ടയർഡ്നെസ്സും കാര്യങ്ങളെല്ലാം മാറിയിട്ട് നല്ല ഫ്രഷായി. അപ്പോൾ ഇവർ ഇറങ്ങുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അവർ. ലെറ്റ്സ് സീ. റെഡി 1 2 3 go go. ഒരു കിടി ഒരു കിടി. SP വീഡിയോ ആണ്. SP വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, സ്വയം പൊങ്ങി എന്ന് വെച്ച് ഞാൻ എന്നെ കുറിച്ച് പോയിട്ട് പറയില്ല. അതേ വരുന്ന പാവപ്പെട്ട പയ്യൻ കണ്ടു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പാവത്തും സ്വഭാവത്തിലും മാത്രം കേട്ടോ. ധീരനാണ് ധീരൻ. ധീരത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവരിവിടെ ഇറങ്ങി കാല് നനച്ചിട്ട് വെള്ളത്തിന് ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞ് കയറി വന്നവരോട് തണുപ്പ് എന്നൊരു വാക്ക് ഉച്ചരിക്കുന്നത് തന്നെ ഭീരുക്കളുടെ ഭാഷയാണ്. അങ്ങനെ ഒരു ഭാഷ പോലും നിങ്ങൾ ഉപയോഗിക്കരുത്. ധീരത എന്ന് പറഞ്ഞാൽ തണുപ്പ്. ഇത് ഇത്രയും തണുപ്പുള്ള ഐസ് മെൽറ്റായി വരുന്നതാണ്. നമ്മൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങും കണ്ടോ. നമ്മൾ ഇറങ്ങി നമ്മളുടെ ധീരത കാണിക്കും. കണ്ടില്ലേ അവനൊക്കെ ആനന്ദ് ആറാടുന്ന കണ്ടോ. ഈ വെള്ളത്തിൽ കുളിച്ചാൽ കുളിന്ന് പറയാൻ പറ്റാട്ടോ. ഞാനിപ്പോ ഒന്ന് മുങ്ങി കയറും പെട്ടെന്ന്. അത് വേറൊന്നുകൊണ്ടല്ല, സ്നാനമാണ് ചെയ്യുന്നത്. കുളിയല്ല, സ്വിമ്മിങ് അല്ല, സ്നാനം. അതപ്പോ അത്ര പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അത് ചെയ്യാനായിട്ട് വേറൊന്നും വേണ്ട. തെറിച്ച് പോകുന്ന കല്ലുകളിൽ കൂടെ തട്ടി വരിക, ഇറങ്ങുക അങ്ങ് ഭൂമിദേവിയെ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പാക്കിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ട്രെയിലർ വണ്ടിയിലേക്ക് ഹുക്ക് ചെയ്യാനാണ്. നല്ലൊരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. ഇന്ന് വലിയ വെയിലില്ല ഇന്നത്തെ ദിവസം. നമ്മൾ എല്ലാം അഴിച്ചു, എല്ലാ പരിപാടികളും സെറ്റ് ചെയ്ത് ഇവരിവിടെ ട്രെയിലർ ഹുക്ക് ചെയ്യാനുള്ള പരിപാടി. എന്താണ് കഴിഞ്ഞ പരിപാടികൾ സെറ്റല്ലേ? നമ്മളപ്പോ എന്താ പറയുക, നമ്മുടെ പരിപാടി എന്താ ഫൈനൽ നമ്മൾ ഹുക്കപ്പ് ചെയ്യാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഓക്കെ. അപ്പൊ അവരവിടെ ആ പരിപാടികൾ വണ്ടർ ഉള്ളിലേക്ക് എല്ലാം കയറ്റി ട്രെയിലർ ഹുക്കപ്പ് ചെയ്തു. ഇനിയിപ്പോ ഇതും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം. റോക്കി ചിൽ, ലെറ്റ്സ് ഗോ.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള ക്യാമ്പിംഗ് വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.